ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ മാസം നടന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയുടെയും അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയുടെയും ഫൈനൽ ആൻസർ കീ PSC ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ പ്രകാരം 3 ഡിലീഷൻസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 2 ചേഞ്ചസും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ, ഡിലീറ്റ് ആയ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചേഞ്ചസ് ആയത് എന്നുള്ളവ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഡിലീറ്റ് ആയ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് 4ാമത്തെ ചോദ്യം ഡിലീറ്റ് ആയിട്ടുണ്ട്. അതായത് താഴെ തന്നവയിൽ നിന്നും ശരിയായ 3 പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ പ്രകാരം ഈ ഒരു ചോദ്യം ഡിലീഷൻ വന്നിട്ടുണ്ട്, 4ാമത്തെ ചോദ്യം. അതുപോലെ തന്നെ അടുത്ത ഡിലീറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഏതാണെന്ന് നോക്കാം. അടുത്ത ഡിലീറ്റഡ് ആയിട്ടുള്ള ചോദ്യം 67ാമത്തെ ചോദ്യമാണ്. 67ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു മിനിറ്റ്. 67ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 67ാമത്തെ ചോദ്യം വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണമെന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കാവുന്ന ശിക്ഷ എത്ര എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അത് PSC ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. 67ാമത്തെ ചോദ്യം ആയ വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണമെന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കാവുന്ന ശിക്ഷ ഏതെന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നത്. ആ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് ഏതാണ് ഡിലീറ്റ് ചെയ്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തത് 97ാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് റൂൾ നമ്പർ 119 പ്രകാരം ഇലക്ട്രിക് ഹോണിൻ്റെ പരമാവധി ശബ്ദ നിലവാരം എത്ര ഡെസിബൽ ആണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 4, 67, 97 എന്നീ ചോദ്യങ്ങൾ PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി 2 ചോദ്യങ്ങൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഏതൊക്കെ ചോദ്യങ്ങളാണ് ചേഞ്ച് ആയിട്ടുള്ള ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. 2 ചോദ്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. അതേതാണെന്ന് നോക്കാം. 20ാമത്തെ ചോദ്യം ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ പറയാം. 20ാമത്തെ ചോദ്യം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഇപ്പോൾ PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ എ വയനാടാണ് കേട്ടോ. ഓപ്ഷൻ എ വയനാടാണ് ചേഞ്ചസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 23ാമത്തെ ചോദ്യം ചേഞ്ച് ആയിട്ടുണ്ട്. മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ആയിട്ട് ഇപ്പോൾ ഫൈനൽ ആൻസർ കീ പ്രകാരം ചേഞ്ച് ആയത് ഓപ്ഷൻ ബി ആണ്. ബി കുമരപ്പ കമ്മിറ്റിയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 20 കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ആൻസർ ഓപ്ഷൻ എ വയനാടാണ്. അതുപോലെ തന്നെ 23ാമത്തെ ചോദ്യം മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കുമരപ്പ കമ്മിറ്റിയാണ് ഇപ്പം കേട്ടോ. അപ്പോൾ 20ഉം 23ഉം ക്വസ്റ്റ്യൻസ് ചേഞ്ച് ആയിട്ടുണ്ട്, ആൻസേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിലീറ്റ് ആയ ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യാമല്ലോ. ഡിലീറ്റ് ആയ ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 4 താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ 3 പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻ കണ്ടെത്തുക എന്നൊരു ചോദ്യമാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4ാമത്തെ ചോദ്യവും 67 കേട്ടോ. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കണേ. എന്നൂടെ പറയാണ്. 67ാമത്തെ ചോദ്യം 67ാമത്തെ ചോദ്യം എന്തായിരുന്നു? വിവരസാങ്കേതിക നിയമപ്രകാരമാണ്. വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണം എന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കാവുന്ന ശിക്ഷ എന്നുള്ള ചോദ്യവും PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 97ാമത്തെ ചോദ്യമായ ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിലുള്ള ചോദ്യമുണ്ട്. അതായത് റൂൾ നമ്പർ 119 പ്രകാരം ഇലക്ട്രിക് ഹോണിൻ്റെ പരമാവധി ശബ്ദ നിലവാരം എത്ര ഡെസിബൽ ആണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ചോദ്യവും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഈ പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയുടെയും അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഫൈനൽ ആൻസർ കീ പ്രകാരം 3 ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4, 67, 97 എന്നീ ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 20, 23 എന്നീ ചോദ്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ജോയിൻ ചെയ്തിട്ട് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. എത്ര മാർക്കാണ് ഫൈനൽ ആൻസർ കീ പ്രകാരം വന്നിട്ടുള്ളതെന്ന് നോക്കാവുന്നതാണ്. ഫൈനൽ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടുവാണോ കുറയുവാണോ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഇതുപോലുള്ള PSCയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
നമ്മുടെ ചാനലിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം അതൊന്ന് കണ്ടു തുടങ്ങാൻ ശ്രമിക്കുക. നമ്മൾ വളരെ ക്ലാസ് നോട്ടോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്, വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ മാക്സിമം അതോടൊന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.